ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് ഡിജി ലോക്കറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം പെട്ടെന്ന് സ്കിപ്പ് ചെയ്യേണ്ട, എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാര്യം ഒന്ന് മനസ്സിലാക്കും. നമുക്ക് എങ്ങനെ വെഹിക്കിൾ ഓഫ് രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ എങ്ങനെ നമുക്ക് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് ഡിജി ലോക്കറിൻ്റെ ആക്സസ് ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ്. എല്ലാ കാര്യം നമ്മൾ എയർപോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിജി ലോക്കറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഡേറ്റാസ് നമുക്ക് വാലിഡായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ആധാർ കാർഡ്, നമ്മുടെ പാൻ കാർഡ്, കോവിഡ് വാക്സിൻ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ വെരിഫിക്കേഷൻ എല്ലാം അത് ഈ ഒറ്റ ആപ്ലിക്കേഷന് എല്ലാം കിട്ടും. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. അറിയത്തില്ലാത്തൊരു മസ്റ്റായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീന് RC നമുക്ക് ഡിജി ലോക്കറിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോഗിനൊക്കെ ചെയ്ത് എല്ലാ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ആധാർ വെരിഫിക്കേഷൻ ഉണ്ടാവും. ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോ ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർച്ച് ബട്ടണിലേക്ക് പോകാം. അപ്പം ബാക്കിയുള്ള ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിളാണ്, RC എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ സെർച്ചിൽ വന്നതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്നുള്ള രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ കുറേ വരും, ആസാം, തമിഴ്നാട്, കർണാടക എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കേരളയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് കേരള താഴെ ചെറിയ രീതിയിൽ കാണിച്ചിട്ടുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പം ആധാറിൽ കൊടുത്തിരിക്കുന്ന പേര് ഏതാണോ അതായിരിക്കും നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നത്, നെയിമിൻ്റെ അവിടെ. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, ഈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ നമ്പർ, ഇപ്പം KL 56 365 അങ്ങനെ. പിന്നെ ചേസസ് നമ്പറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ RC ബുക്കിൽ ഓൾറെഡി തന്നെ ഉണ്ടാവും ചേസസ് നമ്പർ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേസസ് നമ്പർ കൊടുത്തതിന് ശേഷം, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേസസ് നമ്പറും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലെറ്റേഴ്സും നമ്പറൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. അത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിലേക്ക് ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് ടിക്ക് ഓൺ ആക്കണം. ടിക്ക് ഓൺ ആക്കിയിട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് നേരം എടുക്കും. അതിൻ്റെ ലോഡിനനുസരിച്ച് കുറച്ച് നേരം എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാതെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യും, നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതെൻ്റെ ഡീറ്റെയിലാണ്, എൻ്റെ വണ്ടീൻ്റെ ഡീറ്റെയിലാണ്. RC ബുക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ, ചേസസ് നമ്പർ, എത്ര നമ്പർ ഓഫ് സീറ്റ്, കപ്പാസിറ്റീസ്, വാലിഡേറ്റ്, റീടെസ്റ്റ്, എവിടെയാണ് ചെയ്ത രജിസ്ട്രേഷൻ, വെഹിക്കിൾ നെയിം, അഡ്രസ്സ്, മോഡൽ, അതിൻ്റെ കളേഴ്സ്, സിലിണ്ടേഴ്സ്, വെഹിക്കിൾ വീൽ ബേസ്, ഫ്യൂവല്, സീറ്റിംഗ് കപ്പാസിറ്റി, കളറ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും താഴെ കണ്ട് വെരിഫൈഡ് ബൈ ഡിജി ലോക്കർ എന്നുണ്ടാവും. പിന്നെ ടാപ്പ് ടു സൂം. ഓക്കെ. പിന്നെ ഇന്ത്യൻ റെയിൽവേസ് ആൻഡ് എയർപോർട്ട് ആക്സെപ്റ്റ് ഡിജി ആധാർ ത്രൂ ഡിജി ലോക്കർ ആസ് വാലിഡ് ID പ്രൂഫ്. കണ്ടോ, അത് റെയിൽവേസിലും എയർപോർട്ടിലും ഡിജി ലോക്കർ ആധാർ ത്രൂ നല്ല ഡീറ്റെയിൽസ് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പം ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ RC ബുക്കൊന്നും കൈവച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഒന്ന് ആഡ് ചെയ്യുക ഡിജി ലോക്കറിലേക്ക്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.